എന്നാൽ സിദ്ധാർത്ഥൻ SFI പ്രവർത്തകനാണെന്ന അവകാശവാദവുമായി CPM പ്രാദേശിക നേതൃത്വം രംഗത്തെത്തി. സിദ്ധാർത്ഥിനെ നെടുമങ്ങാടുള്ള വീടിന് മുൻപിൽ SFI ഫ്ലെക്സ് സ്ഥാപിച്ചു. തനിക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി കോളേജിൽ SFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥൻ SFI പ്രവർത്തകനാണെന്ന് CPIM പ്രാദേശിക പാർട്ടി നേതൃത്വം. നെടുമങ്ങാട്ടുള്ള സിദ്ധാർത്ഥന്റെ വീടിന് മുന്നിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഫ്ലെക്സിൽ പറയുന്നത്. സിദ്ധാർത്ഥ് ആ ക്യാമ്പസിനകത്ത് SFIയുടെ വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുള്ള സജീവമായി SFI പരിപാടികൾക്കകത്ത് കാണാറുള്ള മുഖമാണ് സിദ്ധാർത്ഥിൻ്റെത്. ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ തരാം. സിദ്ധാർത്ഥ സഭയുടെ പരിപാടികൾ, വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. അതേസമയം പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു. കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് വെറ്ററിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥൻ പറഞ്ഞു. ഏതെല്ലാം ഏരിയയിലൊക്കെ അന്വേഷണം പോകണം നോക്കി അതിന് ചെയ്യും. യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ കുറ്റവാളികൾ കണ്ടുപിടിക്കുക. ഒരു സമ്മർദ്ദം ഒരിടത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളത് അറ്റ് ഏർലിയസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം കോളേജ് അധികൃതർക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു പറയുന്നു. മകന് നീതി കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് കുടുംബം പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.